ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ചക്രവാണി സാറിനെ കണ്ടിട്ട് കുറച്ചു കാലമായി, ക്ലാസ്സുകളൊന്നും നേരെ ചൊവ്വേ വരുന്നില്ല, അങ്ങനെ ഒരു പരാതി നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. അത് പരിഹരിക്കാനുള്ള ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. മാക്സിമം ക്ലാസ് തരാനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. പക്ഷേ ഇടുന്ന ക്ലാസ്സുകൾ ആവേശത്തോടെ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഏതായാലും ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നല്ലേ ചോദിക്കുന്നത്. ഇവിടെ നമ്മളുടെ സ്ഥാപനത്തിൽ നെടുമങ്ങാട് ചക്രവാണി ക്ലാസ്സസ് 2.0 അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ പകലുള്ള ഒരു ബാച്ചുണ്ട്. പകൽ ഒരു ബാച്ച് നടക്കുന്നുണ്ട്, ആഴ്ചയിൽ 5 ദിവസം. അതിൽ വ്യാഴവും വെള്ളിയും ഇവിടെ ക്ലാസ്സിൽ 5 ദിവസത്തെ ഫുൾ ടൈം ക്ലാസ്സാണ്, വ്യാഴവും വെള്ളിയില്ല. ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയും അതേപോലെ തന്നെ ഇവിടെ നൈറ്റ് ബാച്ചുണ്ട്. 5:30 തുടങ്ങി 8:30 അവസാനിക്കുന്ന നൈറ്റ് ബാച്ചുണ്ട്. ഈ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികൾ പോലീസ് പരീക്ഷയ്ക്ക് വേണ്ടി, സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് വളരെ സവിസ്തരമായി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് ക്ലാസ്സിൽ കൂടെ ഇരുത്തിക്കൊണ്ട് പറ്റില്ല. പ്രത്യേകിച്ച് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ വ്യാഴാഴ്ചകളിലും, വ്യാഴാഴ്ചയും വെള്ളി ഇവിടെ അവധിയാണ്, വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് പോലീസിനും സബ് ഇൻസ്പെക്ടർക്കും ഒക്കെ ഉപകാരപ്രദമായ രീതിയിലാണ് ആ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ റിക്വസ്റ്റ് ഇവിടുത്തെ കുട്ടികളുടെ കയ്യിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാത്ത കുട്ടികൾക്കും ഈ വ്യാഴം രാവിലെ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാം. മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഈ പോലീസിൻ്റെ ക്ലാസ്സിൽ വരാം, അതിൽ തടസ്സമില്ല. അല്ലാതെ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവർക്ക് ഈ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാം. നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിനടുത്തുള്ള സ്ഥലത്താണ് ഈ ക്ലാസ് നടക്കുന്നത്. അതിൻ്റെ ഫോൺ നമ്പർ പിന്നെ തരുന്നതാണ്. അപ്പോൾ പോലീസിൻ്റെ ക്ലാസ് എടുത്തേ പറ്റൂ എന്നുള്ള അഭിപ്രായം വരാനുള്ള കാരണം, ഇവിടെ കുറേ വർഷങ്ങളായി സബ് ഇൻസ്പെക്ടറുടെ ഇൻ്റർവ്യൂ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ കഴിഞ്ഞ ബാച്ചിന് നടന്നു. ഈ ഇൻ്റർവ്യൂ ക്ലാസ്സിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന 2 വ്യക്തികളാണ് റിട്ടയേർഡ് DYSP ജെയിൻ സി നായർ സാറും അതേപോലെ തന്നെ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ NS പുഷ്പരാജ് സാറും. അവരാണ് ക്ലാസ്സുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നിർദ്ദേശങ്ങൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വന്നു. എന്തായാലും പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് തുടങ്ങണം. നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ തുടക്കത്തിൽ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യം ഓൺലൈനിൽ ക്ലാസ് എടുത്ത് ധാരാളം പേർക്ക് ജോലി കിട്ടിയത് നമ്മുടെ ക്ലാസ്സിൽ കൂടിയാണെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഏതായാലും ഈ വ്യാഴാഴ്ച പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് തുടങ്ങുകയാണ്, വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക്. ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് NS പുഷ്പരാജ് സാർ തന്നെയാണ്, റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ. സാർ എഴുതിയ പുസ്തകമാണിത്, കേരള പോലീസിന് വേണ്ടി എഴുതിയ പുസ്തകമാണിത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഈ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലീസ് അക്കാഡമിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒക്കെ പുസ്തകം ഈ പുഷ്പരാജ് സാർ എഴുതിയതാണ്. ഞങ്ങളുടെ നാട്ടുകാരനാണ് പുഷ്പരാജ് സാർ. ഞാൻ സാറിൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു. ഞങ്ങളുടെ അവിടെ ഈ പോലീസ് പരീക്ഷ എഴുതുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, സബ് ഇൻസ്പെക്ടർ എഴുതുന്ന കുട്ടികളുണ്ട്, സാറിന് ഒന്ന് സഹായിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ 100% അദ്ദേഹം കുട്ടികളെ സഹായിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ് ഈ പുഷ്പരാജ് സാർ. പുഷ്പരാജ് സാറ് ഭാരതീയ ന്യായ സംഹിത, അതുപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇതിൻ്റെ ടെക്സ്റ്റ് ഉടനെ പ്രസിദ്ധീകരിക്കുകയാണ്. അത്രമാത്രം പാണ്ഡിത്യമുള്ള, വളരെ ഈ രംഗത്ത് വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ് ശ്രീ പുഷ്പരാജ് സാർ. സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. ഫ്രണ്ട്സ് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 80 മാർക്കിന് ഞങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. അല്ലാതെ അത് ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളമുണ്ട്, മറ്റെല്ലാം സവിസ്തരമായി ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി എടുത്ത് അതിനൊന്ന് പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആർക്കെങ്കിലും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൽ പഠിക്കാത്ത കുട്ടികൾക്കും ആ ക്ലാസ്സിൽ വരാം. എല്ലാവരും നമ്മൾ കുട്ടികളാണ്, ഒരു തൊഴിലിന് വേണ്ടിയാണ് നിങ്ങൾ ഈ വിപ്ലവങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ് തുടങ്ങുന്ന വിവരം പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെ ജോലി കിട്ടാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുള്ളത്. PSCക്ക് 50 മാർക്ക് ഡ്രൈവിങ്ങും 50 മാർക്ക് GKയുമാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് 50-ന് ഏകദേശം ഒരു അടുത്ത 50 തന്നെ കിട്ടും. അപ്പോൾ ഈ ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി വേണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ആ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട പോലീസിലുണ്ട്, ട്രാൻസ്പോർട്ടിലുണ്ട്, മറ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്യൂട്ടി ഉണ്ട്, ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് പോസ്റ്റിലേക്കുള്ള
സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി എടുക്കുന്ന ഒരു ക്ലാസ് തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എടുത്തുകൊണ്ടാണ് ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കാം. നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന അമൽ പനയമുട്ടം ഇതെല്ലാം നിങ്ങളെ അടുത്ത് എത്തിച്ചു തരും എന്നുള്ള സംശയം വേണ്ട. മറ്റൊന്നും കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് വ്യാഴാഴ്ച ക്ലാസ്സിൽ കാണാം. ഒരു പുതിയ പാത നമുക്ക് വെട്ടി തുറക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ജോലി വാങ്ങിത്തരാനുള്ള ഒരു ശ്രമത്തിൽ ഞങ്ങൾ ഏർപ്പെടുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ വീണ്ടും തന്നു തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.